ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ലക്കി ഭാസ്കർ എന്ന് പറയുന്ന 100 കോടി ക്ലബിലെത്തിയ ഒരു സിനിമയ്ക്ക് ശേഷം, അതായത് ആ സിനിമയുടെ റിലീസിന് മുമ്പേ തന്നെ കാന്ത എന്ന തമിഴ് ചിത്രത്തിൻ്റെ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന 100 കോടി ക്ലബിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ്റെ അടുത്ത വലിയൊരു പ്രോജക്റ്റ്, വലിയൊരു സിനിമയാണ് കാന്ത. അതായത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ഒരു തെലുങ്ക് സിനിമയായിരുന്നെങ്കിൽ ദുൽഖർ സൽമാൻ്റെ കാന്ത ഒരു തമിഴ് ചിത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദുൽഖർ സൽമാൻ, റാണ ദഗ്ബതി പോലുള്ള പല ആൾക്കാരും ആ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട്. അത് നിർമ്മിക്കുന്നത് തന്നെ റാണ ദഗ്ബതിയുടെ നേതൃത്വത്തിലുള്ള സ്പിരിറ്റ് മീഡിയ, ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ്, അതുപോലെ സ്വപ്ന ദത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് എൻ്റെ വിവരം എന്ന് പറയുന്നത്. ആ സിനിമ ഒരുക്കുന്നത് സെൽവമണി സെൽവരാജ് എന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ നമ്മളിപ്പോൾ സിനിമയിലേക്ക് വരുമ്പം പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം 1950കളിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമയുടെയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ദുൽഖർ തന്നെ പറയുകയും ചെയ്ത് പഴയ കുറേ കാലം മുമ്പുള്ള രീതിയിലുള്ള കഥകളും കഥാപാത്രങ്ങളുമായിട്ടാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ കാന്ത എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു 1950 ലക്ഷ്മികാന്തൻ കൊലക്കേസ് എന്ന് പറയുന്ന ഒരു കൊലക്കേസ്, ഒരു സംഭവം തമിഴ്നാട്ടിൽ നടന്നതായിട്ടുള്ള വാർത്തയുണ്ട്. കാര്യം ആ ലക്ഷ്മികാന്തൻ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കാന്ത എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ലക്ഷ്മികാന്ത്, അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ തമിഴിലെ ഒരു കാലത്തുള്ള ജനപ്രിയ നടനും അതുപോലെ കർണാടിക് ഗായകനുമായിരുന്ന MK ത്യാഗരാജ ഭാഗവതർ, ആ MK ത്യാഗരാജ ഭാഗവതരായിട്ടാണ് ദുൽഖർ ഈ സിനിമയിൽ എത്തുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു 1934 മുതൽ 1960കളിൽ വരെ ആ സമയത്ത് ഒക്കെ ഇദ്ദേഹം സിനിമകളിൽ അഭിനയിക്കുകയും, അത് ഒരു ജനപ്രിയ നടനും അല്ലെങ്കിൽ ഒരു കർണാടിക് ഗായകൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം സിനിമയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 14ഓളം സിനിമകൾ എടുക്കുകയും അതിനകത്ത് ഏതാണ്ട് 10ഓളം സിനിമകൾ വലിയ വിജയമായി തീരുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വിവരം എന്ന് പറയുന്നത്. അത് ലക്ഷ്മികാന്തൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ത്യാഗരാജ ഭാഗവതരെ ജയിലിലടക്കുകയും, അതായത് അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന് ആ ഒരു കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതോടുകൂടി അദ്ദേഹം സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ കർണാടിക് സംഗീതത്തിൽ നിന്നുമൊക്കെ അദ്ദേഹം പിന്നോട്ട് പോയത്. പിന്നീട് കുറേ കാലത്തിന് ശേഷം, ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1959 60 അതിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം മരണപ്പെടുകയും മറ്റുമാണ് ചെയ്തത്. അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു പഴയകാല കഥ പറയുന്ന ഒരു സിനിമയാണ്. അതായത് MK ത്യാഗരാജ ഭാഗവതർ എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ജനപ്രിയ നടനും കർണാടിക് ഗായകനുമായിട്ടുള്ള ഒരാളുടെ കഥാപാത്രമാണ് ദുൽഖർ വരുന്നതെന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഭവമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ നടന്നിട്ടുള്ളത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദുൽഖർ സൽമാൻ്റെ ഇപ്പോൾ കഴിഞ്ഞ സിനിമകളൊക്കെ നമുക്കറിയാം. അതായത് വലിയ വലിയ വിജയങ്ങളായി തീർന്നിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക് ശേഷമാണ് ഈ കാന്ത എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലേക്ക് ദുൽഖർ വരുന്നത്. അപ്പം ഈ കാന്ത എന്ന് പറയുന്ന സിനിമയും ഏതാണ്ടൊരു പാൻ ഇന്ത്യൻ റിലീസായിട്ട് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ തമിഴ് ചിത്രമായിട്ടുള്ള കാന്ത മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ ഒരു റിലീസിന് ഒരുങ്ങിയാണ്. കാര്യം ഇപ്പം സ്വപ്ന ദത്തിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസർ ഇതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ റാണ ദഗ്ബതിയുടെ നേതൃത്വത്തിലുള്ള സ്പിരിറ്റ് മീഡിയ ഉള്ളപ്പം, പിന്നെ ഈ നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ വിതരണത്തിൻ്റെ മർമ്മം അറിയാവുന്ന ദുൽഖർ സൽമാൻ്റെ വേഫെയർ ഫിലിംസ് കൂടി ഇതിനോടൊപ്പം ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് കാന്ത ഒരു വലിയ ചിത്രമായി മാറും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. ലക്കി ഭാസ്കർ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു 100 കോടി ക്ലബിലേക്ക് തൊട്ടടുത്തൊരു സിനിമയായിട്ട്, കാന്ത എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് ദുൽഖർ ഒരു 100 കോടി ക്ലബിലൂടെ വീണ്ടും ആ സിനിമയായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം തെലുങ്കിലും തമിഴിലും എല്ലാം 100 കോടി ഇടാൻ സാധിച്ചിട്ടുള്ള, അതായത് നായകനായി വന്ന് ഒരു വലിയ വിജയം രചിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ചരിത്രം കുറിക്കാൻ പറ്റുന്ന ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരേ ഒരു നടനായി മാറും, അതും കൂടി 100 കോടി ക്ലബിലേക്ക് എത്തിയാൽ. പക്ഷേ ഇതിൻ്റെ സാഹചര്യങ്ങൾ, അതായത് ഈ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളും ഇതിന് അണിയറ പ്രവർത്തകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പം വലിയ രീതിയിലുള്ള ഒരു സിനിമ ആയതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള സ്വപ്നാദത്തിനെ പോലുള്ള ഒരു പ്രൊഡ്യൂസർ ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും കാന്ത ഒരു വലിയ വിജയമാവട്ടെ, ദുൽഖറിന് ഇനി ഒരു 100 കോടി ക്ലബിലൂടെ എത്താൻ സാധിക്കട്ടെ. താങ്ക് യു.